ആരാ യുവാക്കളെന്നറിയോ? ആരാണ് യുവാക്കളെന്നറിയോ? ഇസ്ലാമിൽ ഒരു യുവാവിന്റെ സ്ഥാനം എന്തെന്നറിയോ? അല്ലാഹ് അവന്റെ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. എന്തെന്നറിയാമോ പറയുന്നത്? അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. എടോ പടച്ചവനാടോ നിങ്ങളെ പടച്ചത്. മിൻ ളുഅഫി, ബലഹീനതയിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെ പടച്ചത്. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ബീജത്തിൽ നിന്ന്, വാപ്പാന്റെ ബീജത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ പോയിട്ട് 9.5 മാസം അവിടെ കിടന്നിട്ടാണ് നീ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് പുറത്തു വരുന്നത്. അത് ളുഅഫ്, അത് ബലഹീനതയുടെ കാലഘട്ടമാണ്. സഹോദരാ, നീ കുഞ്ഞായിരിക്കുമ്പോൾ നീ ബലഹീനനാണെന്നാണ് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. ഒന്ന് തറയിൽ വീണിരുന്നെങ്കിൽ നീ മരിച്ചു പോകുമായിരുന്നു. വാപ്പയോ ഉമ്മയോ അശ്രദ്ധയോടുകൂടി നിന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നീ മരണപ്പെട്ടു പോകുമായിരുന്നു. നീ വളർന്നു വരില്ല, നീ യുവാവില്ല, ഈ ദുനിയാവ് നീ കാണില്ല. കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ഈ പ്രദേശത്ത് 2 വയസ്സുകാരനായ ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയത്? ആ പൊന്നാര കുഞ്ഞിന്ന് ഖബറിലല്ലേ പ്രിയപ്പെട്ടവരെ? അശ്രദ്ധയുടെ ഏറ്റവും വലിയ ആവിർഭാവം കടന്നുകൂടുമ്പോ കുഞ്ഞുമക്കൾ എത്ര പേരാ മരണപ്പെട്ടു പോകുന്നത്? അല്ലാഹു നമ്മളെ മക്കൾക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? സുമ്മ ജഅല മിൻ ബഅദി ളുഅഫിൻ ഖുവാ. അങ്ങനെ ആ ബലഹീനതയുടെ കാലഘട്ടം അങ്ങ് മാറുമ്പോ നല്ല ആരോഗ്യമുള്ള കാലഘട്ടം അവന് കടന്നു വരികയാണോ? 15 വയസ്സുകാരനായി, അവൻ 16 വയസ്സുകാരനായി, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ടീനേജ് എന്നാ പറയുന്നത്. കൗമാരക്കാരൻ എന്നാണ് ആധുനികമായ പഠന വിധേയക്കാര് പറയുന്നത്. എന്നാൽ ഖുർആൻ പറയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മിൻ ബഅദി ഖുവാ, മിൻ ബഅദി ളുഅഫിൻ ഖുവാ. അവൻ ശക്തനാകുന്നു, അവൻ ആരോഗ്യ ദൃഢഗാത്രനാകുന്നു, നല്ല മസിൽ വരുന്നു, നല്ല ബോഡി വരുന്നു, നല്ല ആരോഗ്യവാനാകുന്നു. അവന്റെ കണ്ണെത്തുന്നിടത്ത് അവന്റെ കൽവി എത്തുകയാണ്. അവൻ പറയും, ആരാടാ എന്നെ തല്ലാനുള്ളത്? ആരാടാ എന്നെ വഴക്ക് പറയാനുള്ളത്? അവന് ഉമ്മ പ്രശ്നമല്ല, വാപ്പ പ്രശ്നമല്ല, കൂട്ടുകാര് പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല. കാരണം എന്തെന്നറിയോ? അവൻ അഹങ്കാരിയായി മാറാനുള്ള കാരണം എന്തെന്നറിയോ? യുവാക്കളെല്ലാം ഇങ്ങനെ തെറിച്ച് നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവന് നല്ല ആരോഗ്യമാണ്, അവന് നല്ല സംവിധാനങ്ങളുടെ സമയമാണ്. എന്തും അവന് ചെയ്യാൻ കഴിയും, ആരെയും അടിക്കാൻ കഴിയും, എന്തിനും പോന്നവനാണ് യുവാവ്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളുഅഫൻ വശൈബാ. പിന്നെ ആ യുവത്വം അങ്ങോട്ട് കഴിഞ്ഞു കടന്നു പോയാലോ പിന്നെ വീണ്ടും അവൻ ബലഹീനനാവുകയാണ്. 60 വയസ്സായി ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, രോഗമായി, അവന്റെ കിഡ്നി തകരാറിലായി, വാൾവ് തകരാറിലായി, മാരകമായ രോഗമായി, വീട്ടിന്റെ മൂലയിലായി. അവന്റെ ശരീരത്തിൽ ജലാനരകൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സഹോദരാ, വിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ടാ നിന്നോട് പറഞ്ഞു തരുന്നത്. നീ ആദ്യം ബലഹീനനാണ്, പിന്നെ നീ ഒരു മധ്യവയസ്കനാകുന്നതിന് മുമ്പ് നിനക്കൊരു നല്ല യുവത്വത്തിന്റെ കാലമുണ്ട്. ആ യുവത്വത്തിന്റെ കാലം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അതൊരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നിന്റെ യുവത്വത്തിന്റെ പ്രായമാണ്. ഒരു 20 വയസ്സുകാരൻ 35 വയസ്സ് വരെ നല്ല കിടുകിടുത്ത ചെറുപ്പക്കാരനാണ്. അവൻ നല്ല ആരോഗ്യവാനാണ്. അവൻ ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത്, അവൻ ആ സമയത്താണ് വിജ്ഞാനം പഠിക്കുന്നത്, അവൻ ആ സമയത്താണ് പണം ഉണ്ടാക്കുന്നത്, അവൻ ആ സമയത്താണ് നേതാവാകുന്നത്, അവൻ ആ സമയത്താണ് സംവിധാനങ്ങളുടെ എല്ലാ ഉന്നതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട അങ്കടിമുകളിലെ ചെറുപ്പക്കാരാ, ആ യുവത്വത്തെ നീ എന്തിനു വേണ്ടിയാ പൊന്നുമോനെ വിനിയോഗിച്ചത്? അള്ളാഹ് ചോദിക്കുമെന്നല്ലേ സ്വാഗത പ്രഭാഷകനോട് പറഞ്ഞു വെച്ചത്? നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാ ചെലവഴിച്ച് എന്നുള്ള ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പില് യുവാവായ ചെറുപ്പക്കാരാ, അള്ളാന്റെ മുമ്പിൽ മറുപടി പറയണമെടോ. 40, 50, 60 വയസ്സുള്ള പ്രായമായ ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ യുവത്വത്തെ പറ്റിയിട്ട് നിങ്ങളെ ചിന്ത വല്ലതുമുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം അതാ കടന്നു വരികയാ. അന്നുംരിഹി ഫീമാ അഫ്നാ, അന്നുംരിഹി ഫീമാ അഫ്നാ. എടോ, എന്തിനു വേണ്ടിയാണ്
വേണ്ടിയാണ് നിന്റെ ആയുസ്സിനെ നീ ചെലവഴിച്ചത്? വൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, കല്ല് പൊട്ടിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടല്ലോ, എന്ത് ചെയ്യാനും നിനക്ക് ആരോഗ്യമുണ്ടല്ലോ. സമസ്തയുടെ ബഹുമാനപ്പെട്ട ജിബിരി മുത്തുക്കോയ തങ്ങളുടെ സന്ദേശയാത്ര കന്യാകുമാരി എന്ന് മംഗലാപുരം വരെ വന്നപ്പോ അത് നിയന്ത്രിച്ചത് മുഴുവനും ചെറുപ്പക്കാരാണല്ലോ. സഹോദരാതാ, ചെറുപ്പത്തിന്റെ പവറതാ, എന്തും ചെയ്യാനായിട്ട് ചെറുപ്പക്കാർക്ക് സാധിക്കുമെന്ന. എന്നാൽ അല്ലാഹുവിന്റെ റസൂലായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് പറ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? നിഅമത്താൻ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അങ്കടി മുകളിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കേൾക്കണേ നിങ്ങളോ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവതികളെ, സഹോദരിമാരെ, യുവാക്കളെന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ പറ്റി ചർച്ചയില്ലല്ലോ, ഞങ്ങൾ യുവതികളാണല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. യുവാക്കളെന്ന് പറഞ്ഞാൽ യുവതികളെ നിങ്ങളും അതിൽ ഉൾപ്പെടുകയാണ്. പെണ്ണുങ്ങളെ നിങ്ങളെ പറ്റി പറയാൻ ഇന്നത്തെ വാള് അവസാനിക്കൂല. അങ്കടി മുകളിലെ പെങ്ങളെ യുവാവെന്ന് പറയുമ്പോ എടീ പൊന്നുമോളെ, നീയും കൂടി യുവതിയും കൂടി അതിനകത്തുണ്ട്. എപ്പോഴും ആ പുരുഷന്മാരെ വിജയ പറഞ്ഞിട്ടാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ. എവിടെയും അല്ലാഹു പറയുന്നത് പുല്ലിംഗം ഉപയോഗിച്ചിട്ടാണ്, സ്ത്രീലിംഗം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ പറയുമ്പോ പെങ്ങളെ നിങ്ങളും ചിന്തിക്കണം, ഞങ്ങളെ പറ്റി കൂടിയാ ഇത് പറയണമെന്ന്. അതുകൊണ്ട് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ 35 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ സൗന്ദര്യവതികളായ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൗരവത്തോടെ കേട്ടോ പൊന്നുമോളെ. ആ 40, 50, 60, 70 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളും കേട്ടോ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സുഫിയാൻ ബാക്കവി പറയുന്നതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകനായ ഉസ്താദ് പറയുന്നതല്ല, അമാനി ഉസ്താദ് പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. എല്ലാവരും അശ്രദ്ധയിലാണ്. രണ്ട് അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോ ആളുകൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കാറില്ല. ഒന്നാമത്തെ നിഅമത്ത് അനുഗ്രഹം ഏതെന്നറിയോ? അസ്സിഹാ, നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യമുള്ളപ്പോ അതിന്റെ വില ആർക്കും അറിയില്ല. വൽഫറാഹ്, കിട്ടുന്ന ഫ്രീ ടൈമാണ്, വെറുതെ ഇരിക്കുന്ന സമയത്തിന്റെ വിലയും നിനക്കറിയില്ല. അതുകൊണ്ട് 2 അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിട്ട് ഒന്നാമത് പറഞ്ഞത് ആരോഗ്യമാണ്, ആരോഗ്യമാണ്. അതുകൊണ്ട് യുവാവേ, യുവതിയായ പെണ്ണേ, അല്ലാഹ് നിനക്കിപ്പോ ആരോഗ്യം തന്നിരിക്കയാ, അല്ലാഹ് നിനക്കിപ്പോ ശക്തി തന്നിരിക്കയാ, അല്ലാഹ് നല്ല ബുദ്ധി തന്നിരിക്കയാ, അല്ലാഹ് നല്ല നല്ല പവറായ ബോഡി നിനക്ക് തന്നിരിക്കയാ. അത് അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കാതെ വേറെ വല്ലതും ഉപയോഗിച്ച് നീ പാഴിക്കളഞ്ഞാൽ, കള്ളു കുടിച്ചിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞാൽ, നീ വ്യഭിചരിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ, നിന്റെ തോന്നിവാസം കാണിച്ചിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞാൽ തിരികെ കിട്ടൂല മോനെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ.